ഓം നമഃശിവായ. ഈ വീഡിയോയിൽ ശരഭ യോഗം, ഭാസ്കര യോഗം, ശശി മംഗള യോഗം എന്നീ യോഗങ്ങളുടെ വിശദാംശങ്ങൾ പറയാം. ഈ 3 യോഗങ്ങളും ജാതകർക്ക് വളരെയേറെ ഗുണഫലങ്ങൾ നൽകുന്ന യോഗങ്ങളാണ്. ആദ്യമായി ശരഭ യോഗത്തെ സംബന്ധിച്ച് പറയാം. ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും കേന്ദ്രഭാവത്തിൽ, അതായത് 1, 4, 7, 10 എന്നീ ഭാവങ്ങളിൽ ശുക്രൻ നിൽക്കുമ്പോഴാണ് ശരഭ യോഗം സംഭവിക്കുന്നത്. ഈ യോഗത്തിൽ ജനിക്കുന്ന ജാതകൻ ദീർഘായുസ്സുള്ളവനായും അനേകം ഗുണങ്ങളും ധനവും ഉള്ളവനും ആയിരിക്കും. അടുത്തതായി ഭാസ്കര യോഗത്തെ സംബന്ധിച്ച് പറയാം. സൂര്യൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 2-ൽ ബുധനും, ബുധൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 11-ൽ ചന്ദ്രനും, ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 5-ലോ 9-ലോ വ്യാഴവും, അതായത് സൂര്യന്റെ 2-ൽ ബുധനും 12-ൽ ചന്ദ്രനും 4-ലോ 8-ലോ വ്യാഴവും നിൽക്കുക. ഇത് ഭാസ്കര യോഗമാണ്. ഈ യോഗത്തിൽ ജനിക്കുന്നവൻ വലിയ പ്രഭുവായും ശാസ്ത്രജ്ഞാനവും സംഗീതവാസനയും ഉള്ളവനായും സുന്ദരനായും ധനവാനായും എന്തിനും സമർത്ഥനും ആയിരിക്കും. ഇതാണ് ഭാസ്കര യോഗം. അടുത്തതായി ശശി മംഗള യോഗത്തെ സംബന്ധിച്ച് പറയാം. ജനന സമയത്ത് ചന്ദ്രനും ചൊവ്വയും ഒരു രാശിയിൽ നിന്നാൽ ശശി മംഗള യോഗമാണ്. ചന്ദ്രന്റെ സ്വന്തം ക്ഷേത്രമായ കർക്കിടകത്തിൽ ചൊവ്വ നിന്നാലും ശശി മംഗള യോഗം ഭവിക്കുമെന്നും പക്ഷാന്തരമുണ്ട്. അതായത് ആചാര്യന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട് എന്ന് അർത്ഥം. ഈ യോഗത്തിൽ ജനിക്കുന്നവൻ ജീവിതാവസാനം വരെ സമ്പത്തുള്ളവനായിരിക്കും. മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.